സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും മലയാള സാഹിത്യത്തിലും വിപ്ലവത്തിൻ്റെ പാട്ടുകൾ രചിച്ച ടി.എസ്. തിരുമുമ്പിൻ്റെ കൊച്ചുമകൾ, പയ്യന്നൂരിലെ പ്രമുഖ ദന്ത ഡോക്ടറും ജീവകാരുണ്യ പ്രവർത്തകയുമായ ഡോക്ടർ സുജ വിനോദിനെ അടുത്തറിയാം. ലെറ്റ്സ് ടോക്കിൽ ഇന്ന് ഡോക്ടർ സുജ വിനോദ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഡോക്ടറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ന്യൂസ് നെസ്റ്റിൻ്റെ ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ ഡോക്ടറെ സെലക്ട് ചെയ്യാനുള്ള റീസണും അതാണ്. ഈ അടുത്ത് ന്യൂസ് പേപ്പറിലേക്ക് വന്നിട്ടുണ്ട്. ഡോക്ടർ ശരിക്കും ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് എത്തിപ്പെടാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? ഞാൻ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാലോ. അപ്പോഴും മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതൊരു പക്ഷേ എൻ്റെ ഒരു എന്താ പറയാ പാരമ്പര്യത്തിന്റെ ഒരു ഇതാവാം. എൻ്റെ മുത്തശ്ശൻ ടി.എസ്. തിരുമുമ്പ്, ഞാൻ അവരുടെ കൂടെയായിരുന്നു കുറെ വർഷം ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ അച്ചാച്ചന്റെ കൂടെയായിരുന്നു. അച്ചാച്ചൻ എന്നാ വിളിക്കുക. അപ്പോ അമ്മ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് അച്ചാച്ചനും അമ്മമ്മ എന്നെ നോക്കിയത്. അപ്പൊ അവരുടെ ഒരു നല്ല സ്വാധീനം എന്നിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതെനിക്ക് പറ്റാവുന്ന ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടം മുതൽ ആദ്യമൊക്കെ ചെറിയതാണ്. അന്നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ പ്രാക്ടീസൊക്കെ. പിന്നെ കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ആയപ്പോൾ അത് കുറച്ചുകൂടെ വിപുലീകരിച്ചു. നല്ലതാണ്. ഡോക്ടർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാലും എല്ലാം ചിലപ്പോൾ ഓർമ്മയുണ്ടാവുന്നുണ്ട്. ഡോക്ടർ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതൊക്കെ സംഭവങ്ങളാണ്? മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയതും ഞാൻ എന്നും ഓർമ്മിക്കുന്നതും ഞാൻ എൻ്റെ അതിലുണ്ടാവും. അതിന് ജപ്തി ഭീഷണി ഒഴിവാക്കി കൊടുത്ത 1-2 കുടുംബങ്ങളുണ്ട്. രണ്ട് 3 കുടുംബങ്ങൾ. അതായത് അതിൽ ഒരാള് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് വന്നത് പാലിയേറ്റീവ് മുഖാന്തര. പാലിയേറ്റീവിലെ സ്റ്റാഫ് നഴ്സ് ഉണ്ട്, ഗീത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗീത ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിയും. അപ്പൊ ഗീത ഇങ്ങനെ എന്നോട് ഇപ്പം ഡോക്ടർ ഒരാളുണ്ട്, പറ്റുമെങ്കിൽ സഹായിക്കണം എന്നുള്ളത്. അപ്പോൾ പേര് പറയുന്നില്ല, മരിച്ചുപോയി. അപ്പം പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പോൾ വളരെ ഞാൻ ഇത്രയും സാധുവായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും സാധുവാണ്. കണ്ടാലിങ്ങനെ ഒരു പെൻസിൽ പോലെ ഉണ്ട് എന്നെ ആദ്യം കാണാൻ വരുമ്പോൾ. അതെനിക്ക് ഭയങ്കര, അയാളെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ അത്രയും ഒരു വാര്യറായിരുന്നു. വാര്യർ എന്നല്ലേ പറയാം, അമ്പലത്തിൽ മാലയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ജീവിക്കുന്ന. അപ്പോൾ ഭാര്യയും 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു 4.5 ലക്ഷം രൂപയായിരുന്നു കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി. അപ്പോൾ അത് അന്നേരമൊന്നും അറിയില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ പാലിയേറ്റീവ് മുഖാന്തരം വന്നു. അപ്പോൾ ഇങ്ങനെ ചികിത്സ നല്ല ചിലവല്ലേ, ക്യാൻസർ ട്രീറ്റ്മെന്റ് ട്രിവാൻഡ്രം എന്നാണ് അയാൾ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്. പോയി വരാൻ വലിയ ചിലവ്. അപ്പം ഞാൻ എല്ലാ മാസവും എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നാ പറ്റുന്ന ഒരു സഹായം അയാൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അയാൾ മരിച്ചു പോയ ശേഷമാണ് ഈ ജപ്തി ഭീഷണി വന്നത്. അപ്പോൾ ഇയാൾ മരിച്ചു പോയ ശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വന്നു, 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ഈ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യാം, എല്ലാ മാസവും വന്നും പറഞ്ഞു. ഒരു മാസം വരുമ്പം അവരിങ്ങനെ ആകെ കൂടി ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല എന്താ കാര്യം. അത് അവസ്ഥ കണ്ടിട്ട് ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ മോക്ക് +2 പഠിക്കുന്ന കുട്ടിയുടെ പേരിൽ ജപ്തി ഭീഷണി സ്കൂളിലേക്ക് പോയി. അപ്പോൾ ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷനായി, വല്ലാത്തൊരവസ്ഥയിലാണ്, മോളില്ലെന്നും പറഞ്ഞിട്ട് അവർ കരഞ്ഞു. അപ്പോൾ അങ്ങനെ അവരോട് അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നി. അപ്പം അവർ പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യാം. ഇത് വലിയ എമൗണ്ട് ആണെന്നല്ല, 4.5 ലക്ഷം ഒറ്റയടിക്ക്. അപ്പോൾ വേറെ ആരെങ്കിലും, അപ്പോൾ ഇവർക്ക് വാര്യർ സമാജമൊക്കെ ഉണ്ട്, അവരുടെ ഒരു സംഘടനയുണ്ട്. അപ്പം അവർക്കൊരു അപേക്ഷ കൊടുക്ക്, അവരത്ര ചെയ്യുന്നു നോക്കി ബാക്കി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും സഹായിച്ചു. വാര്യർ സമാജം ഒരു 1 ലക്ഷം അവർ സഹായിച്ചു, ബാക്കി ഞാൻ കൊടുത്തു. അങ്ങനെ അത് ജപ്തിയുടേത് ആ
കടലാസ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റി, ദൈവം സഹായിച്ചെന്നുള്ളത് അതൊരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയൊരു സംഭവം. അമ്മയും മക്കളെ സംബന്ധിച്ച് അതാണ് എനിക്ക് ഏറ്റവും വെച്ചാൽ ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട് അവര്. ഇപ്പൊ എന്ന് വെച്ചാൽ അവര് കുറച്ചുകൂടെ അതായല്ലോ നമ്മളെ ഇത് കഴിയുമ്പോഴത്തേക്ക് അവരൊരു ജോലി ചെയ്ത് കിട്ടുന്നതിനെ കൊണ്ട് ജീവിക്കാനോ. അപ്പൊ അവർക്ക് ഒരു ജോലിയുണ്ട്, അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, അമ്മയുടെ അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു ജീവിക്കേണ്ട ഒരു ചുറ്റുപാട് പോകാൻ പറ്റും. അപ്പൊ ആ സമയത്ത് വീട് ഒരു പകുതി പൂർത്തിയായതായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. അപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോ അവരിങ്ങനെ ഇതെങ്ങനെ ഒന്ന് ഒരു കയറി താമസിക്കുന്ന ഒരു അവസ്ഥയിലാക്കണം എന്ന് പറഞ്ഞപ്പോ അതും ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തു. പെൺകുട്ടിയിലുണ്ട്. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തു. അപ്പൊ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ അതല്ലാതെ ഡോക്ടർ ഇപ്പം കുറെ വീടുകൾ ചെയ്തു കൊടുത്ത അതിനെ കുറിച്ചൊക്കെ എന്താ ഡോക്ടർ പറയാനുള്ളത്? ഇങ്ങനെ ഓരോ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പൊ 2 വീട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അധികവും ഈ പകുതി പൂർത്തിയാക്കിയ വീടുകളാണ് ചെയ്യാൻ താല്പര്യപ്പെടും. എന്താന്ന് വെച്ചാല് നമ്മളൊരു ഫുൾ വീട് ചെയ്യുന്നതിനേക്കാളും ഉപകാരം ഈ പകുതി, അതായത് ഈ വാർപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ സ്റ്റക്കാവും. കാരണം പലതും ഈ മുനിസിപ്പാലിറ്റിന്ന് പകുതി പൈസ കിട്ടിയിട്ട് തുടങ്ങുന്ന വീടുകളായിരിക്കാം. പക്ഷെ ബജറ്റ് ഇപ്പോഴത്തെ കോസ്റ്റും ഇവര് തുടങ്ങിയ ബജറ്റും തമ്മിൽ ചേരൂല. അപ്പൊ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ പണി അവിടെ നിൽക്കും. പിന്നെന്ന് വെച്ചാൽ വാടകയ്ക്ക് പോകാൻ പൈസയില്ല, ബാങ്കിൽ നിന്ന് ലോൺ അടക്കാനുണ്ടാകും, എന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപമില്ലാതെ. അങ്ങനെ ഇപ്പൊ ഒരു 2 ഫാമിലി ഉണ്ട്. അവർക്കത് ഇപ്പം ഒരു വീടിന്റെ പിന്നെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ വലിയ കാര്യം. എന്താന്ന് വെച്ചാല് നമുക്കപ്പം മറ്റുള്ളവരോട് പറയുമ്പോ അവരത് വലിയ വീട് കെട്ടാൻ പോയിട്ടില്ല എന്നുള്ള എടുത്ത വാക്കിലെ ഡയലോഗ് വരുന്നത്. വലിയ വീടൊന്നും ആയിരിക്കൂല, അത്ര ചെറിയ വീടാണെങ്കിലും ഒരു മിനിമത്തിൽ അവർ തുടങ്ങുന്നത്. പക്ഷെ ഈ ഓരോ ദിവസവും ഈ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിക്കുന്നുണ്ടല്ലോ, പണിസാധനത്തിന്റെ. അങ്ങനെയാണ് ഇതൊക്കെ നിന്ന് പോകുന്നത്. ഇപ്പൊ അതുപോലെ 2 കുടുംബങ്ങൾ ഇപ്പം ഉണ്ട്. അവരതൊന്ന് ചെയ്യണം, ഇങ്ങനെ ഒന്ന് വാർപ്പിന്റെ ചെയ്യണം. അടുത്ത ആഴ്ച വാർപ്പാണ്. അതെ, ഇത് സ്വന്തം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് അങ്ങനെ കൊടുക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും വലിയ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇപ്പൊ ഡോക്ടർ എല്ലാം ഇങ്ങനെ ചെയ്യും, ആർക്കും വിശ്വാസം വരില്ല. പക്ഷേ അത് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉള്ളതുകൊണ്ടാണ്. കാരണം ഇപ്പോ എന്റെ ഹസ്ബൻഡ് ഡോക്ടർ വിനോദ്. അപ്പൊ ഡോക്ടർ എന്നോട് അത് എനിക്കൊരു അത്ഭുതമാണ്. ഡോക്ടറുടെ ആ ഒരു കാര്യം. ഡോക്ടർ ഇന്നേ വരെ എല്ലാരും പറയും എന്താ പറയുക ആണുങ്ങളെ കുറിച്ച് അല്ലെ, ഈ ഒരു ഭാര്യയെ സമ്പാദിക്കുമ്പോൾ ഇത്ര പൈസ ഇവൾ ഉണ്ടാക്കുന്നുണ്ട്, അത് എന്നോട് പറയണം, ഞാൻ അറിയാണ്ട് ചിലവ് അങ്ങനെ കണക്കാണ്. ഡോക്ടർ ഇന്നേ വരെ എന്നോട് അത് ചോദിച്ചിട്ടില്ല. ഞാൻ ഡോക്ടറെ നിന്ന് വാങ്ങിക്കുക. അത് അറിഞ്ഞുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ എല്ലാ കാര്യവും ഡോക്ടർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ ചെലവൊന്നുമില്ല. അപ്പൊ ഞാന് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഞാൻ കൊടുക്കുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അതൊക്കെ കൂട്ടി വെച്ച് പൈസക്കാരനാവാൻ നോക്കുന്നതിന് പകരം അതെന്തുകൊണ്ട് ഇപ്പൊ അതൊരു ഈശ്വരാനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഈശ്വരൻ നമുക്ക് പിടിക്കാൻ പറ്റും, നമുക്ക് 2 കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് 2 കയ്യിലും പിടിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ വന്നാൽ അത് നമ്മളതല്ല, അത് ഈശ്വരൻ നമുക്ക് തരുന്നതല്ല, അത് നമ്മളിലൂടെ ആവശ്യക്കാർക്ക് എത്താനുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത ഒരു വഴി. നമ്മളതിലേക്കുള്ള പോകുന്ന ഒരു നമ്മളതൊരു നിമിത്തം മാത്രമാണ്. അവരെ കാരണം ഇത് ഇപ്പോ ഞാനിപ്പോ പയ്യന്നൂർ ഡയറീസില് ആണല്ലോ കണ്ടത്, ഗിരീഷ് കണ്ടത്. അപ്പൊ അത് വായിച്ചിട്ട് 2 കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ ഇതുപോലെ അതേപോലെ ഒരുപാട് ലോൺ എടുത്ത്. ഇപ്പൊ ലോണിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോൺ ആപ്പില് ഒരുപാട് പേഴ്സണൽ ലോൺ ഉണ്ട്. അപ്പോൾ എംബേറ്റ് എന്നൊരു കുടുംബം, ആ കുടുംബത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞത്. 3ാമത്തെ ഒരു കുടുംബം ഞാൻ എല്ലാ മാസവും ആ ബാങ്കിൽ അടക്കേണ്ട പൈസ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അതായത് അവര് ഈ ഫോണിൽ ആപ്പ്, അവർ നല്ല പണിക്കാരാ 2 അപ്പൊ അവര് കാര്യത്തിൽ സഹായം ചോദിക്കാൻ പറ്റുന്നില്ല, ആരോടും പറയുമ്പോൾ ആരും സഹായിക്കില്ല. കാരണം 2 ജോലി ചെയ്യുന്നവരാണ്. ഹസ്ബൻഡ് നല്ല ഹോട്ടലിൽ ജോലി ചെയ്യുന്നത്, ഭാര്യ അവിടെ ഒരു റെയിൻകോട്ടിന്റെ കമ്പനി ഉണ്ട്, അവിടെ ജോലിക്ക് പോകുന്നതാണ്. പക്ഷെ അവസ്ഥ വളരെ ഭയങ്കര വിഷമമാണ്. ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ ഇയാള് ഈ ഫോൺ ആപ്പ്, ഇവർക്ക് അസുഖം, എല്ലാ കുടുംബവും എങ്ങനെയാണ് തകരുന്നതെന്ന് വെച്ചാൽ അസുഖം വരുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബം നാളെ 2 ആഴ്ച കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു സൂക്കേട് വന്നാൽ മതി. അപ്പൊ ഈ ഭാര്യക്ക് അസുഖം വന്നപ്പം അന്നേരം എടുത്തു മറിക്കാൻ പൈസ ഉണ്ടാവില്ല, അന്നു കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളാണല്ലോ. അപ്പൊ എന്താ ഈ കടം എടുക്കുമ്പോ ഇപ്പൊ വേറെ എവിടുന്നൊന്നും ബാങ്കിൽ നിന്നൊന്നും അത്ര എളുപ്പമല്ല കിട്ടല്. അപ്പൊ ഇവർ ഈ ഫോൺ ആപ്പില് എളുപ്പത്തിൽ കിട്ടുന്ന ലോൺ എടുത്തു. അങ്ങനെ ലോൺ എടുത്ത് ഈ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ അതിലേക്ക് അടക്കാനേ ഉള്ളൂ. അതിന് പുറമെയാണ് ഈ വീട് കെട്ടാൻ വേണ്ടിയിട്ട്
അവർ KSF ലോൺ എടുത്തതാണ്. അപ്പോൾ KSF ലോണാണത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതെന്തായാലും പോകും. അപ്പം ഞാൻ പറഞ്ഞു വീടിൻ്റെത് നമുക്ക് നിലനിർത്താൻ പറ്റുമോ നോക്കാം, വീടിൻ്റെത് ഞാൻ പൈസ അടിച്ചിട്ട് അങ്ങ് പോകാം. ഇപ്പൊ അത് അവർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കാം. അത് ഒരുപാടുണ്ട്, അങ്ങനെ ഒരുപാട് സംഘടനകളും ഒരുപാട് ആളുകളും ഡോക്ടർ സഹായിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് 50 വീടോളം പൂർത്തിയാക്കാൻ പറ്റിയത്. കാരണം എനിക്ക് ഒറ്റക്ക് എന്തായാലും 50 സ്വന്തം ആവില്ല. അതിലൊരു 3 വീട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ സംഘടനകൾ, ഇപ്പൊ ഞാൻ ലയൺസ് ക്ലബ്ബുമായിട്ട് അതിന്റെ ഒരു പ്രവർത്തകയാണ്. അപ്പൊ ലയൺസ് ക്ലബ്ബുകൾ ഒരു വർഷം തന്നെ ഇഷ്ടംപോലെ വീടുകൾ എല്ലാം മിക്കവാറും എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അപേക്ഷ വരുമ്പോൾ അത് ഞാൻ ക്ലബ്ബുകളോട് പറയും. കുറേ ക്ലബ്ബുകളുണ്ട് പയ്യന്നൂരിന് കുറേ. അപ്പം ഓരോ ക്ലബ്ബുമായിട്ട് സഹകരിച്ചിട്ട് അങ്ങനെയാണ് വീടുകൾ, അത്രയും വീടുകൾ ആവുന്നത്. ലയൺസ് ക്ലബിന്റെ കാര്യം വരുമ്പോൾ ലയൺസ് ക്ലബ്ബിൽ ലേഡീസിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. അതെന്ന് വെച്ചാല് നമ്മുടെ അതായത് സ്വതന്ത്രമായിട്ടുള്ള ലയൺസ് ക്ലബ്ബാണ്. 30 വനിതകൾ മാത്രമുള്ള ലയൺസ് ക്ലബ്ബ് സിഗ്നോറ എന്ന് പറഞ്ഞിട്ട്. അവര് കുറെ വനിതകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ലയൺസ് ക്ലബ്ബ്, അതായത് സ്വതന്ത്രമായിട്ട് ഒരു പുരുഷന്മാരും ഉള്ള ഒരു ലയൺസ് ക്ലബ്ബ് എങ്ങനെയോ അതേപോലെ പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബ്, സ്ത്രീകൾ മാത്രമായിട്ട് അല്ല ഒരിക്കലും അല്ല. പലർക്കും അതെല്ലാവരും വനിതാ വിങ് എത്ര കറക്റ്റ് ചെയ്താലും ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ലയൺസ് ക്ലബ്ബാണ്. ലയൺസ് ക്ലബ്ബ് പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ലയൺസ് ക്ലബ്ബിലുള്ള ആണുങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ അവര് ലേഡീസ് എന്ന രീതിയിലാണ് ഈ ഒരു ക്ലബ്ബ് എന്നുള്ളത് തെറ്റിദ്ധാരണ. അപ്പൊ ഈ ഒരു ക്ലബ്ബ് ആക്കാനും നമുക്ക് ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ആൾക്കാരുടെ ഇപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു അപേക്ഷ ഒരു സ്ഥലത്ത് കൊടുക്കുമ്പം അതിങ്ങനെ വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു ഡിവിഷൻ, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ജാതി മത രാഷ്ട്രീയ സംസ്കാര സാമ്പത്തിക ഭേദമന്യേ നമുക്ക് ആരാണോ ഏറ്റവും ആവശ്യക്കാരൻ അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. അപ്പം അങ്ങനെ അത് കുറച്ച് കുറവാണ് പല ഇടങ്ങളിലും. അത് ഒരു പ്രാദേശിക ഒരു ബോർഡറൊക്കെ ലൈനൊക്കെ വരക്കും. ഒരു നമുക്കിപ്പോൾ ഒരു ഭക്ഷണ കിറ്റ് കൊടുക്കുമ്പോൾ പോലും ഒരു ലൈനിങ് വരും. അപ്പം അതൊരു വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പം ഈ സ്ത്രീകളുടെ മാത്രം കൂട്ടായ്മ ആകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ട്രിക്ഷൻ ഇല്ല. നേരെ മറിച്ച് പുരുഷന്മാരുടേതാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ആ ഒരു വിഷമം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും എന്നുള്ളത് വളരെ സത്യം. ഇപ്പോൾ സിഗ്നോറയുടെ ആയിട്ട് ചേർന്നിട്ട് ഒരു 6 വീടുകളോളം ഇപ്പൊ കഴിഞ്ഞ ഇതായിട്ട് 6 വീടുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ലയൺസ് ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മാഹി ഈ 5 റവന്യൂ ജില്ലകൾ ചേർന്നതാണ് ഒരു ലയൺസ് ഡിസ്ട്രിക്ട് 380. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ ഒരു ലയൺസ് വനിതകൾ മാത്രമുള്ള ലയൺസ് ക്ലബ്ബാണ് സിഗ്നോറ. അതിന് പുറമെ വയനാട് ഇവിടെ വടകര, തർജനി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീലേശ്വരം അല്ലല്ല എല്ലാം സ്വതന്ത്രമായിട്ട് ലയൺസ് ക്ലബ്ബ് നമ്മളത് വന്ന ശേഷമാണ് അവര്. പിന്നെ നീലേശ്വരം അതെ പിന്നെ ഒന്ന് നീലേശ്വർ ക്വീൻസ് പറഞ്ഞിട്ട് നീലേശ്വരത്തുണ്ട്, പിന്നെ കോഴിക്കോടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ക്ലബ്ബുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളതായ പിന്നെ ഇത് നിലനിന്ന് പോകുന്നുള്ള ഒരു ധൈര്യം വന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒരു പേടി, സ്ത്രീകളുടേതാകുമ്പോൾ എപ്പോഴും ഇത് മുമ്പോട്ട് പോവോ എന്നുള്ള എല്ലാവർക്കും ഒരു സംശയമാണല്ലോ. പിന്നെ അത് മുമ്പോട്ട് പോവാതിരിക്കാനും ആൾക്കാരുണ്ടാകാം. അറിയാലോ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ആവുമ്പം, പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബൊക്കെ ആവുമ്പോൾ. അപ്പോൾ എന്തോ അത് നല്ലൊരു കൂട്ടായ്മയാണ്. അപ്പോൾ കുറച്ച് പറ്റുന്ന കാര്യങ്ങൾ ചികിത്സാ സഹായമൊക്കെ ആവട്ടെ. നമ്മളിപ്പോൾ വലിയ ക്ലബ്ബുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഏരിയ അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സിഗ്നോറയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഏരിയയോ പ്രാദേശികമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഇത് കുറേ ക്ലബ്ബുകളായിട്ടും കുറേ സംഘടനകളായിട്ടും അസോസിയേറ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ഒരുപാട് സഹായം അവരിലൂടെയും എത്തിക്കാൻ പറ്റും. കാരണം എനിക്ക് പേഴ്സണലി ചെയ്യുന്നതിന് പുറമെ കൂടുതൽ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ വരാൻ കാരണം ഈ ഒരുപാട് സംഘടനയായിട്ട് അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം പാലിയേറ്റീവ് ആവട്ടെ, ക്യാൻസറിൻ്റെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെമ്പറാണ് ഞാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സസ് നടത്താറുണ്ട്. ക്യാൻസർ അത് MCCയുടെ കൂടിയാണ്, കണ്ണൂരുണ്ട് MCC മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. പിന്നെ പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ മുഖാന്തരം പിന്നെ കിറ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അത് എല്ലാ സംഘടനയായിട്ട് മിങ്കിൾ ആവുന്നതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഈ ജീവകാരുണ്യ സംഘടനകളെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു എന്താ പറയാ നടുക്കുള്ള ഒരു ഇതായിട്ട്
പാലമായിട്ട് പ്രവർത്തിക്കാൻ ഈശ്വരൻ സഹായിച്ച് സാധിക്കുന്നു. അതുപോലെ ഒരുപാട് നല്ല മനസ്സിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരു ചികിത്സാ സഹായം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാങ്കോല് ഒരു ചികിത്സാ സഹായം ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു നല്ലൊരു എമൗണ്ട് അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റിയത് നല്ല മനസ്സുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരുപാട് സംഘടനകളും കൂടെ ലഭിച്ചത് കൊണ്ട് ആണ്. അതൊരു വലിയ കാര്യമാണ്. എൻ്റെ ആ സുഹൃത്തുക്കൾക്കും നന്ദി, പ്രത്യേകം നന്ദി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇവരുടെയൊക്കെയുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ടാണ്. ഓക്കെ, ടീച്ചർ ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട് മടത്തുംപടി അമ്പലത്തില്. ഡാൻസ് ചെറുപ്പത്തില് സ്വാഭാവികമായിട്ടും ഡാൻസ് ചെറുപ്പത്തില് പഠിച്ചിട്ടുണ്ട്. പിന്നീട് അത് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടോ? അതായത് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്നെ ആദ്യം പഠിപ്പിച്ചത് നമ്മളെ പണ്ടത്തെ ശിവബാലൻ മാഷ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു മാസേ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ണി ശിവബാലന്റെ അച്ഛനില്ലേ, പയ്യന്നൂർ ഉണ്ണി ശിവബാലൻ, അദ്ദേഹം ഒരു കുറച്ച് നാൾ. പിന്നെ വിഭാവസു മാഷാണ്, നീലേശ്വരം മാഷാണ് പിന്നെ ഒരു 6ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. മാഷ് ഫോക്കാണ്, ഫോക്ക് ഡാൻസ് ആയിരുന്നു മെയിൻ. ക്ലാസിക്കലും ഉണ്ട്, പക്ഷെ മെയിൻ മാഷിന്റെ ഫോക്കാണ്, അത് ക്ലാസിക്കൽ. അപ്പൊ ഞാൻ അതിനുശേഷം കണ്ണൂര് മനോരമ ബാലകൃഷ്ണൻ ടീച്ചർ ഇപ്പോഴും ഉണ്ട്, ബാലകൃഷ്ണ മാഷ്, അവരിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ടീച്ചറുടെ ഒരു 60ാം വാർഷികം ഡാൻസ് നൃത്തരംഗത്ത് വലിങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. നൂപുരധ്വനി ടീച്ചറാണ് എൻ്റെ ശരിക്കുള്ള അധ്യാപിക എല്ലാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോഴും ചില പഠിക്കുന്നില്ല. പക്ഷെ അതാ ഞാൻ പറഞ്ഞ പണ്ടത്തെ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അവരൊരു ഗുരുക്കന്മാർ തന്നെ. നമ്മൾ ഒരിക്കൽ പഠിപ്പിച്ച് നമ്മൾ ഒരിക്കലും മറക്കൂല. അത്ര സ്ട്രോങ് ആണ്. ചീത്ത പറയും, നല്ല തലെല്ലാം കിട്ടും. അപ്പോൾ അതൊരിക്കലും നമ്മൾ മറക്കൂല. അപ്പൊ അതുപോലെ സംഗീതത്തിലാണ് കൃഷ്ണൻ നമ്പ്യാർ ഭാഗവതർ പറഞ്ഞിട്ടുണ്ട്, കല്യാശ്ശേരി. അപ്പം ഭാഗവതർ ഇതേപോലെയാണ്, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അന്നേരം വീട്ടിലൊന്ന് താമസിക്കും, തലേദിവസം വരും, രാവിലെ ഒരു ക്ലാസ് എടുത്തിട്ട് പോകുള്ളൂ. പക്ഷെ അന്ന് പഠിച്ചത് ഇന്നും ഒരു വാചകം പോലും മറന്നിട്ടില്ല എന്നുള്ളത് അവരുടെ തിരക്കിന്റെ ഇടയിൽ ഇപ്പോൾ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കൂടാതെ ഇങ്ങനത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ നൃത്തവും പാട്ടൊക്കെ ഒരു അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ഇതൊന്നും അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞമാതിരി ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ ഡോക്ടർ എങ്ങനെ ഇത്രയും പൈസ എന്നാലും കൊടുക്കാൻ പറ്റും, പലരും എന്നോട് ചോദിക്കാൻ. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്റേതായിട്ട് ഒരു ചെലവുമില്ല. എന്റെ യാത്രകൾ പോലും വിനോദ് ഡോക്ടറാണ് യാത്രകൾ സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോ ഞാൻ എൻ്റെ എന്താ പറയാ, എൻ്റെ ഞാനെന്ന വ്യക്തിക്കുള്ള മുഴുവൻ നമുക്ക് പല വ്യക്തിപരമായ പല ആവശ്യങ്ങളുണ്ടാവും അല്ലെ. നമ്മുടെ ചെരുപ്പ് തൊട്ട് നമ്മുടെ ഒരു ബാഗ് വരെ അതൊക്കെ എൻ്റെ മോളുടെ കൂടുതലാണ്. സാരി ആവട്ടെ, ഞാൻ ഉടുക്കുന്ന സാരി ആവട്ടെ, ചെരുപ്പാവട്ടെ, ബാഗ് ആവട്ടെ, എന്തിനും ഒരു പൗഡർ പോലും ആവട്ടെ, എൻ്റെ മക്കള് വാങ്ങിച്ചു തരും. മോള് ഡോക്ടറാണ്. അപ്പോ മോനും അതെ. അപ്പൊ അവർക്ക് മോൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മോനും പറ്റുന്നത് അവരും ചെയ്യും. ഒന്നും ഞാൻ ചോദിക്കാറില്ല, അറിഞ്ഞോണ്ട് ചെയ്യും. മോള് ചോദിക്കാതെ അമ്മയ്ക്ക് സാരി വേണ്ടെന്ന് ചോദിച്ചാൽ അവൾ അയച്ചു തരും. അപ്പൊ എനിക്കത് വാങ്ങിക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ നോക്കാറില്ല. എനിക്ക് ഇഷ്ടമുള്ളത് അറിഞ്ഞിട്ട് അവർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ എനിക്ക് കൊടുക്കാൻ പറ്റുക. അല്ലാണ്ട് എനിക്ക് ആവില്ല. അപ്പം ഞാനൊരു ഡെന്റൽ ഡോക്ടറാണ്. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു സമ്പാദ്യം പൈസ ഒന്നും ഇല്ല. നേരത്തെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഇതും ഇല്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് ഇങ്ങനെ കൊടുക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നല്ലൊരു ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ചിലവില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് നീലേശ്വരം പോകണമെങ്കിലും കോഴിക്കോട് പോകണമെങ്കിലും ഡോക്ടറാണ് ട്രെയിൻ ടിക്കറ്റും പിന്നെ വണ്ടിയിൽ അവിടെ കൊണ്ടാക്കുന്നത് പോലും ഡോക്ടറുടെ ഇതാണ്. ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ തന്നെ ആലോചിക്കും ഇടയ്ക്ക് അത് മാത്രമല്ല, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുടെ ഇടയ്ക്ക് പൈസയും വാങ്ങിക്കും. ഞാനിപ്പോൾ എവിടെ നിന്നും പോകും, ഞാൻ പറയും പോക്കറ്റ് മണി തരുമോന്ന് ചോദിക്കും. അതൊക്കെ ഡോക്ടർ തരും, ഒന്നും പറയില്ല, അത് തരും. ഡോക്ടർ ഇതെല്ലാം കണ്ടെല്ലാം കണ്ട അതല്ല ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയാം. അത് ഫാമിലി ഉള്ളത് കൊണ്ട് മാത്രം. അത് മാത്രമല്ല, ഇപ്പം ഞാൻ സമ്പാദിക്കുന്നെങ്കിൽ അവർ തരുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും. അതിന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ അല്ലെ. ഞാനിപ്പോൾ ഈ സംഘടനകളൊക്കെ പോകുന്നു എന്ന് പറയുന്നത്, ഈ സംഘടനകൾ മീറ്റിങ്ങിന് പോകണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഉണ്ടല്ലോ. പക്ഷെ ആ എക്സ്പെൻസ് പോലും പക്ഷെ അതും ഡോക്ടറെ ചെയ്യുന്നത്. ഞാൻ ഡോക്ടറോട് പറയും, ഞാൻ പറയും ഞാൻ കോഴിക്കോട് മീറ്റിംഗ് ഉണ്ട്, ബുക്ക് ചെയ്ത് തരണം. ഡോക്ടർ ട്രെയിൻ ബുക്ക് ചെയ്ത് തരും, തിരിച്ചു എല്ലാം അങ്ങനെ ഓരോ എവിടെ പോവാണെങ്കിലും. അപ്പൊ എനിക്ക് വേറെ 5 പൈസ ചെലവില്ല. ഞാൻ ഒന്നും അങ്ങനെ കൂട്ടി വെക്കുന്ന സ്വഭാവം അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ
അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ എല്ലാരും എപ്പോഴും ഓർമ്മിക്കണമെന്നൊന്നുമില്ല, അത് മറന്നു പോകും. എന്നാലും അത് കുഴപ്പമില്ല, എനിക്കതൊരു സന്തോഷം ഒരുപാടുണ്ടാവും. പക്ഷെ ഇത് ചെയ്യുമ്പോ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോ മുകളിൽ ഒരാൾ കാണാൻ എന്തായാലും അയാളത് മറക്കില്ല. പിന്നെ തീർച്ചയായും അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഓരോരോ സംഘടനകള് കുറെ, അപ്പൊ നമ്മൾ ചിലവരെ നമ്മൾ കൈ പിടിച്ച് കൊണ്ടുവരും. അവരൊരു സ്ഥാനത്ത് എത്തുമ്പോൾ നമ്മളെ അന്നത്ത് ചവിട്ടിയിട്ട് പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, വളരെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന വഴി എളുപ്പമൊന്നുമല്ല, ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ ഒരു നേതൃത്വ നിരയിൽ കയറി വരുമ്പോൾ പലതരത്തിലുള്ള ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകും. പല വൈഷമ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ചവിട്ടിത്താഴ്ത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഹൃദയഭേദകമായ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അവസാനം ഞാൻ ചിന്തിക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇതിൽ നിൽക്കുമ്പം എൻ്റെ ബെനിഫിറ്റ് എല്ലാം നോക്കുന്നത്, അതിലൂടെ എനിക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഓരോ സംഘടനയിലും തുടർന്ന് പോകുന്നത്. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞമാതിരി ഒരുപാട് നന്ദികേടുകൾ, ഒരുപാട് വല്ലാത്ത വിഷമങ്ങൾ, ഒരുപാട് നമ്മൾ കൈപിടിച്ച് അവർ വലിയ നിലയിൽ എത്തിച്ച ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം നമുക്കെതിരെ തിരിയും ഒരാവശ്യമില്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടീനെ ചെയ്തിട്ടുണ്ട്. അവനിപ്പോ കഴിഞ്ഞു വർക്ക് ചെയ്യാൻ തുടങ്ങി, MBBS കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫുള്ളല്ല, അപ്പൊ അതിന് കുറെയൊക്കെ അവർ നാട്ടുകാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്റെ ഹോസ്റ്റൽ ഫീസ് അങ്ങനെ ചെയ്തു. അതെ, അപ്പൊ അത് ആ കുട്ടി ഇപ്പൊ കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ PG കിട്ടുമ്പോൾ പോവാണെന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ വേണ്ട, ഇനിയിപ്പോ അവർക്ക് തന്നെ കിട്ടുമല്ലോ, സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടിയിട്ട് അങ്ങ് പോകും. അതിൽ 2 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, നല്ലോണം പഠിക്കുന്ന കുട്ടികളാ. അപ്പോൾ തൃക്കരിപ്പൂരിലെ 2 കുട്ടികളായിരുന്നു. തൃക്കരിപ്പൂർ അവർ പഠിച്ചത് കോലഞ്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, അവിടെ മെറിറ്റ് സീറ്റാണ്, പക്ഷെ ഹോസ്റ്റൽ ഫീസ് ഭയങ്കര ഫീസാണ്. 6000 രൂപ ഒരു മാസം ഒരാൾക്ക് വരും. അങ്ങനെ 2 കുട്ടികളുണ്ടായിരുന്നു. അവരിത് പൂർത്തിയാക്കാൻ കൊടുത്തത് വലിയ സന്തോഷം. കാരണം അവർ നന്നായി അസലായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അത് അവരത് ഞാൻ പൈസ നേരെ ഡയറക്റ്റ് ഹോസ്റ്റലിലെ വാർഡനാണ് കൊടുക്കുക. കുട്ടികളാകുമ്പോൾ നമുക്കറിയില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ പോയപ്പോൾ. അപ്പോൾ അവരെ ടീച്ചേഴ്സിനെ ഞാൻ വിളിച്ചു, അവരിങ്ങനെ കുട്ടികൾ തന്നെ വന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ ഒരു ഇതില്ല, എങ്ങനെയെങ്കിലും അച്ഛനും അത്ര സുഖമില്ലാത്ത മനുഷ്യനാണ്, അപ്പോൾ ബാക്കി അവർ ചെയ്തോളും. ഈ ഹോസ്റ്റൽ ഫീസ് ഭയങ്കര ഫീസാണ്. രണ്ടാളതും കൂടി ഒരു മാസം തന്നെ 15,000 12,000 വരും. നമ്മളെ ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലാണെങ്കിൽ അത്ര പൈസ ഉണ്ടാവില്ല, 2,000 2,500 വരുള്ളൂ. ഇത് പ്രൈവറ്റ് കോളേജാണ്, മെറിറ്റ് സീറ്റാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് റാങ്കോടെയാണ് 2 പേരും പഠിച്ചിറങ്ങിയത്. ആ മൂത്ത രണ്ടാൾക്ക് ഇപ്പോൾ ജോലിയായി. അപ്പൊ അതൊരു വലിയ സന്തോഷം. ഇപ്പൊ ഒരു നേരത്തെ പൈനൂർ ഡയറീസിൽ വന്നേ പിന്നെ ചെമ്പ്രക്കാനത്തുനിന്ന് ഒരു അമ്മ, പിന്നെ അമ്മയും കുട്ടിയും, ഒരു പെൺകുട്ടി ഇപ്പൊ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടി, ആ കുട്ടീനെയാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. പൈനൂർ ഡയറീസിൽ വന്ന ശേഷം വന്ന ഒരു ഇതായിരുന്നു അത്, ഒരു അപേക്ഷ. അതിപ്പോ ഞാൻ ആ പെൺകുട്ടി നല്ലോണം പഠിക്കുന്ന, അത് ഗവൺമെന്റ് സീറ്റാണ്. അപ്പോ ആ കുട്ടീന് ഇപ്പൊ അവര് എല്ലാ മാസവും അവര് അങ്ങനെ അയച്ചു. ഡോക്ടർ ഈ ഇത്രയും മേഖലയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അവാർഡുകളും ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ 2023 വനിതാ ദിനത്തില് കാസർഗോഡ് ശിശുക്ഷേമ വകുപ്പിന്റെ ഒരു വനിതാ ദിന ആദരവും ഒരു അവാർഡും ലഭിച്ചിട്ടുണ്ട്. വനിതാ ദിന ആദരവും, അത് കളക്ടറായിരുന്നു അവിടെ, SP ഒക്കെ ഉണ്ടായിരുന്നു. വലിയൊരു നല്ലൊരു കാസർഗോഡ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ആദരവും അവാർഡും, അത് ഏറ്റവും വലിയ. പിന്നെ പയ്യന്നൂര് ഒരുപാട് സംഘടനകളുടെ സഹായം. പിന്നെ ഏറ്റവും എനിക്ക് ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും ഓർമ്മിച്ചത് നമ്മുടെ മൂരിക്കോവിൽ സെൻട്രൽ ആർട്സ് ക്ലബ് ഉണ്ട്. അവരുടെ വാർഷികത്തിന് അവരൊരു വലിയ ജനാവലിയുടെ വലിയൊരു സ്റ്റേജിൽ വെച്ചിട്ട് ധർമ്മജൻ ബോൾഗാറ്റിയൊക്കെ വന്ന് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരാദരവും ഒരു അവാർഡും അവരുടെ തന്നിട്ടുണ്ട്. പിന്നെ പയ്യന്നൂർ റോട്ടറി മിഡ് ടൗണിന്റെ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ JCI അങ്ങനെയുള്ള നിരവധി സംഘടനകളും ഒരുപാട് ബാങ്ക്, പിന്നെ മറ്റ് സ്ഥാപനങ്ങൾ, അതൊക്കെ ലഭിച്ചിട്ടുണ്ട് നിരവധിയായിട്ട്. പിന്നെ ലയൻസിന്റെ എല്ലാ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, ഒരുപാട് അവാർഡ്സ് സിഗ്നോര എന്ന് പറഞ്ഞൊരു സംഭവം ലേഡീസിന്റെ ഒരു വിങ് തുടങ്ങുമ്പോൾ
ഡോക്ടർക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായിട്ടും ആ രീതിയിലേക്ക്? പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വീടുകൾ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ ഇതായിരുന്നു. അല്ല, അതിപ്പോ ഒരു സോഷ്യൽ വർക്ക് മാത്രമാണ്, അങ്ങനെയല്ലേ ഞാൻ പറയാം. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പാർട്ട് മാറ്റി നിർത്തി ഇതിനകത്തുള്ള മെമ്പേഴ്സിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാല് സ്ത്രീകളെ ഒരു പ്രാധാന്യം, അവരെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മെയിൻ. സ്ത്രീ ശാക്തീകരണം, അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. അതിപ്പോ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരടുത്ത ലീഡർഷിപ്പിലേക്ക് വരികയല്ലേ. ഒരു വർഷം കഴിയുമ്പോൾ പ്രസിഡന്റ് മാറിയല്ലോ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം പിന്നെ ലയൺസ് ക്ലബിന്റെ അതിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുകളുള്ള നിരവധി സ്ത്രീകളുണ്ട്. അപ്പോൾ അവര് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആള് ഒക്കെ അവര് റെഡിയായി അവര് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു നല്ലൊരു, അതായത് ലയൺസ് ക്ലബിന്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ഞാൻ കണ്ടത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യവും നൽകുന്നുണ്ട് ലീഡർഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. മറ്റ് സംഘടനകളെ അപേക്ഷിച്ചിട്ട് സ്ത്രീകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ലേഡി ലയൺസ് മാത്രമുള്ള ലയൺസ് ക്ലബ്ബുകളൊക്കെ വരാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ 4-5 ക്ലബ്ബുകളുണ്ട് നമ്മുടെ ഈ ഫുൾ ഡിസ്ട്രിക്റ്റില്. അപ്പോൾ കൂടുതൽ ലേഡീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്കെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ മാതിരി പ്രാദേശിക മറ്റതൊന്നും നോക്കാതെ ആളുകളെ പരിഗണിക്കും, സഹായിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് സഹായിക്കാൻ പറ്റും. ഡോക്ടർ ഒരു ദന്ത ഡോക്ടർ ഓൾറെഡി. അതെ അതെ. അപ്പോൾ എവിടേക്കാണ് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോ മുകുന്ദ ഹോസ്പിറ്റലാണ്. പിന്നെ ഇത് മെയിൻ ആയിട്ട് മുകുന്ദ ഹോസ്പിറ്റലാണ്. ഇവിടെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ, അപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉണ്ടാകും. അമ്പലത്തിനടുത്ത് സ്വന്തം ക്ലിനിക്. അതെ. ഫാമിലി ഓൾറെഡി പറഞ്ഞു, എന്നാലും ബാക്കി മുഴുവൻ ഫാമിലി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളൂ. 2 കുട്ടികളാണ്. മോനാണ് മൂത്തത്. മോൻ ഇപ്പൊ യൂറോളജിസ്റ്റ് ആയിരുന്നു കിംസില്. അവനിപ്പോ യൂറോ ഓങ്കോളജിക്ക് ടാറ്റ മെമ്മോറിയൽ സെന്റർ ബോംബെയില് യൂറോ ഓങ്കോളജി ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെ. മോന്റെ പേര് ഡോക്ടർ ഗൗതം. അപ്പം അവിടെ ഇപ്പൊ യൂറോ ഓങ്കോളജി ചെയ്യാണ് മോന്റെ വൈഫ് സൈക്കാട്രിസ്റ്റ് ആണ്. അവള് കിംസ് ശ്രീചന്ദില് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. പിന്നെ മോള് ഇപ്പോ MBBS കഴിഞ്ഞിട്ട് PG ഇന്റേണൽ മെഡിസിൻ ചെയ്യാണ്. അപ്പോൾ മോളെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. അവർ പഞ്ചാബ് ഫോർജ് ഇൻഡസ്ട്രീസ് പറഞ്ഞിട്ട് വലിയൊരു ബിസിനസ് ആണ് അവർക്ക്. അതിന്റെ MD ആണ്. അവര് ചണ്ഡീഗഡിലാണ്. മോള് ഹസ്ബൻഡ് ചണ്ഡീഗഡിലാണ്. മോനിപ്പോ ബോംബെയില് ഞാൻ പറഞ്ഞു ടാറ്റയില് ജോയിൻ ചെയ്യാണ്, ഫെലോഷിപ്പിന് ജോയിൻ ചെയ്യാണ്. മോന്റെ വൈഫ് ഞങ്ങളുടെ കൂടെയുണ്ട്. അവള് ഡെയിലി പോയി വരും, കിംസിലേക്ക് ട്രെയിനിന് പോയിട്ട് വരും. അമ്മ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. അച്ഛൻ അതെ. അച്ഛൻ സെയിൽസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ റിട്ടയർ ചെയ്തിട്ട് പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരു പേരക്കുട്ടിയുണ്ട്. അത് 1.5 വയസ്സായി, സാഗരിക അഗർവാൾ. അതെ. അത് വിടാൻ പാടില്ല. നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയാ, ഈശ്വരത്തിന്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അവള്. അപ്പൊ അത് പേരക്കുട്ടി അതാണ്. പിന്നെ ഞാൻ ഒറ്റ മോളേ ഉള്ളൂ എൻ്റെ അച്ഛനമ്മയ്ക്കും, വേറെ ആരുമില്ല. ടീച്ചർ നമുക്ക് ഡോക്ടർ അമ്മയെ ടീച്ചറെ വിളിച്ചിട്ട് ഡോക്ടർ നമുക്ക് TS തിരുമുമ്പ് ഇപ്പോ വടക്കൻ കേരളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ എന്ന നിലയിൽ ടീച്ചർക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും അതെങ്ങനെ ഓർമ്മിച്ചെടുക്കാം? അത് അച്ചാച്ചനെ കുറിച്ച് ഓർമ്മിക്കുമ്പോ എന്റെ ഒരു ഇത് പറഞ്ഞല്ലോ ഡോക്ടർ, എങ്ങനെ ഇതിലേക്ക് വന്നത് അവിടുന്ന് തുടങ്ങണം. കാരണം അച്ചാച്ചൻ എന്ന് വെച്ചാല് ആരെന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കും. കയ്യിലുള്ളത് ആര് സഹായം ചോദിച്ചു വന്നാലും എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അച്ചാച്ചൻ. അപ്പൊ അറിയാലോ, വളരെ ഒരു നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ്. അപ്പോ അച്ചാച്ചന്റെ ഒരുപാട് കവിതകളും ലേഖനങ്ങളും ഇതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അതെ. അമ്മാമ്മേനെ പറയാ ഉലക്കേന്ത്യ വനിത എന്നാണ് അമ്മാമ്മയെ പറയാ. അത് കാരണം എന്ന് വെച്ചാല് പാടുന്ന പൂങ്കുയിലല്ല, ഉലക്കേന്ത്യ വനിത എന്നാണ് അമ്മാമ്മ PC കാർത്തിയാനി കുട്ടിയമ്മ. അമ്മാമ്മ ആ പേരിൽ അറിയപ്പെടാൻ കാരണം ഗൂഗിൾ അടിച്ചാൽ കാണും. അതായത് 1946 നവംബർ 15-ാം തീയതി തോൽ വിറക് സമരം എന്ന് പറഞ്ഞിട്ട് ചീമേനിയിൽ വലിയൊരു സമരം ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ജന്മിമാരൊക്കെ ഈ മുൻപ്, അതായത് 1945 വരെ താഴക്കാട്ട് മനയുടേതായിരുന്നു കാടും ഇതൊക്കെ. അപ്പൊ അതുവരെ എല്ലാവർക്കും ഈ
സാധാരണക്കാർക്കൊക്കെ ഈ തോലും വിറകും കാട്ടിൽ കയറിയിട്ട് എടുക്കാം, കത്തിക്കാൻ എടുക്കാം, അവർക്കത് എടുക്കാം. പക്ഷെ പിന്നീട് അത് താഴെക്കാട്ട് മനയ കാട്ടപ്പള്ളി ജോർജ് തോമസ് കാട്ടപ്പള്ളി എന്നൊരാൾക്ക് കൈമാറിയപ്പം അയാള് ഇതിനെ എതിർത്തു. അതായത് ഇവര് ഇത് എടുക്കാൻ പാടില്ല, തോലും വിറകും അയാൾക്ക് അവകാശപ്പെട്ടതാണ്, ഇവരാരും നാട്ടുകാരും അത് എടുക്കാൻ പാടില്ല. അപ്പൊ അതിനെതിരെ TS തിരുമുമ്പ് PC കാർത്യായനിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തില് സമരം, പിന്നെ ചന്ദ്രു TK ചന്ദ്രു അമ്മാമ്മയാണ് സ്ത്രീകളുടെ ഒരു സമരമായിരുന്നു മെയിനായിട്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ ഇവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അമ്മാമ്മയ്ക്ക് ആ ഒരു സമരത്തിൽ പങ്കെടുത്ത് ഇവരത് അവകാശം തിരിച്ചു വാങ്ങിച്ചു. അപ്പൊ അതിന്റെ ഒരു സന്തോഷ സ്മരണക്ക് ആ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെല്ലാരും കൂടെ ഒരു ഒലക്ക അമ്മാമ്മക്ക് കൊടുത്തു എന്നാണ് അതിന്റെ കഥ. അങ്ങനെയാണ് ഈ ഒലക്ക എന്തിയ വനിത എന്നുള്ള പേര് വന്നത്. അതെ അതെ, അച്ചാച്ചന്റെ ബാപ്പ അച്ചാച്ചന്റെ കൂടെ തോള് ചേർന്നിട്ട് അമ്മാമ്മ ഉണ്ടായിരുന്നു. എപ്പോഴും അമ്മാമ്മക്കാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും അറിയാം. അച്ചാച്ചന്റെ എല്ലാ കാര്യം മരണം വരെ അമ്മാമ്മ അത്രയും ശ്രദ്ധയോടെ കാര്യങ്ങളും എല്ലാം അച്ഛൻ്റെ ഉപയോഗിച്ച് മുഴുവൻ സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ അവിടെ പിലിക്കോട് ഫാമിൽ അവിടെ വളരെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കവിയായിരുന്നു, നല്ലൊരു വാഗ്മിയായിരുന്നു. അപ്പോൾ വളരെ തീപ്പൊരി കവിതകളൊക്കെ എഴുതിയ വ്യക്തിയാണ്. പാടുന്ന പടവാളെന്ന് ഇപ്പൊ EMS വിശേഷിപ്പിച്ച് ഒരു മനുഷ്യനായിരുന്നു TS തിരുമുമ്പ്. അദ്ദേഹത്തിന്റെ പടവാളാണ്, പൂങ്കിയില് വേറെ ആളാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 4 വരി ചൊല്ലാം. തല നിരക്കുവതല്ലൻ വൃദ്ധത്വം, തല നിരക്കാത്തതല്ലൻ യൗവനം, പിറവി തൊട്ടു നാളെത്രയെന്നെണ്ണുമ, പതിവ് കൊണ്ടൽ അളപ്പതൻ യൗവനം. ഇതായിരുന്നു VS അച്യുതാനന്ദൻ സഖാവിന്. ഒരു 90 വയസ്സായപ്പോൾ ഒരു വയസ്സിന്റെ പ്രശ്നം വന്നൊരു ബുദ്ധിമുട്ട് ആ ഒരു ഇതിൽ നിന്നപ്പം അദ്ദേഹം നിയമസഭയിൽ ഈ പാട്ട് പാടിയിട്ടാണ് അദ്ദേഹം അതിനെ പ്രതിരോധിച്ചത്. ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ അത് എഴുതിയ ആളുടെ കൊച്ചുമകളെ ഇത് ആചാര്യന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയിൽ ഒന്നാണ്. ഇതിപ്പോ വെച്ചാൽ ഈ അടുത്ത കാലത്ത് ശിഷ്യനായ VS അത് വീണ്ടും പാടിയപ്പോൾ അത് കൂടുതൽ പ്രശസ്തമായി എന്നുള്ളതാണ്. അതിനാണ് അദ്ദേഹം ഈ പാട്ട് പാടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഏജിന് ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ചാച്ചനെ കുറിച്ച് ചോദിച്ചല്ലോ, അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും അച്ചാച്ചൻ കൈമിന്ന് എടുത്തു കൊടുക്കും. അങ്ങനെ പണ്ട് പറയല്ലോ, അപ്പൊ അമ്മാമ്മയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പൊ 7 മക്കളെ ഇവര് 8 മക്കൾ, ഒരു കുട്ടി മരിച്ചുപോയി. അപ്പൊ 7 മക്കളെ നോക്കി വളർത്തി വലുതാക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും അമ്മാമ്മക്കാണ്. അച്ചാച്ചൻ ഇങ്ങനെ പോയല്ലോ, സമരത്തിനും കാര്യത്തിനും എല്ലാം പോയല്ലോ. അപ്പോ അന്നത്തെ കാലത്ത് അറിയാലോ എന്തെല്ലാം പാത്രയില് എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ആ ഒരു പൈസയൊക്കെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. വളരെ മുണ്ട് മുറുക്കി എടുത്ത് കൃഷിയും ചെയ്ത് ആൾക്കാരെ കൂടെ കൂടി ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇതൊക്കെ മുറുക്കെ പിടിച്ച് എന്താ പറയാ മുണ്ട് മുറുക്കി എടുത്ത് മക്കളെയൊക്കെ ഒരു വഴിക്കാക്കിയതിൽ അറിയാത്ത കാര്യങ്ങൾ. അപ്പൊ അതിൽ അമ്മാമ്മയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അച്ചാച്ചനെ അങ്ങനത്തെ കാര്യമൊന്നും അറിയില്ല, ഒന്നും അച്ചാച്ചനെ അറിയില്ല. അതെ അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ആരെങ്കിലും എന്തുണ്ടെങ്കിലും ആരെങ്കിലും സങ്കടം പറഞ്ഞാല് ഉടനെ വിഷമം വരും. അപ്പൊ അപ്പൊ ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ദാവം ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ കാര്യം എന്ന് ഞാൻ അവരെ സ്നേഹത്തോട് ഓർക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ഒരു റോൾ മോഡലാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ഡോക്ടർ നമ്മള് ഇപ്പം 25 വർഷത്തോളം ഇപ്പൊ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് ഞാനതിൽ വായിച്ചിട്ടുണ്ട്. ഈ ഒരു 25 വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും മനസ്സിലുണ്ടോ? എങ്ങനെ ഓർത്തെടുക്കാൻ? ഈ അനുഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടർക്ക് എന്തെങ്കിലും നല്ല സംതൃപ്തി തോന്നിയതോ വിഷമം തോന്നിയതോ ചെയ്യാൻ പറ്റാതെ പോയതോ? അതിലിപ്പോ ഒരു പകുതി വഴിക്ക് നിൽക്കുന്നുണ്ട്. അതൊരു കഥ പോലെ പറയാം. കുറെ ആൾക്ക് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം. അത് ഞാനൊരു ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചെലവുകൾ ഞാൻ മാക്സിമം കുറക്കും. അതുപോലെ ഞാൻ ഈ യാത്രകളൊന്നും പോവാറില്ല. ഞാൻ ഒരു യാത്ര നമ്മള് പുറത്ത് പോകണമെങ്കിൽ ഒരുപാട് പൈസ ചെലവാകും അല്ലേ. അപ്പൊ ഞാൻ പലപ്പോഴും ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു അവിശ്വസനീയമായിട്ട് തോന്നാം. അപ്പൊ അതിനുള്ള ഉത്തരമാണ്. അപ്പൊ നമ്മളിപ്പോ പലപ്പോഴും വർഷത്തിലൊരിക്കലും എല്ലാവരും ഒരു ടൂറിന് പോകും, അല്ലെങ്കിൽ ഞാൻ അതൊന്നും പോകാറില്ല. ഞാൻ ആ പൈസ നമുക്ക് ലാഭിച്ചാൽ
ഒരാൾക്ക് സഹായിക്കാം. അതുകൊണ്ട് യാത്രകൾ കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കും, പോവാറേ ഇല്ല. അതെനിക്ക് ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് യാത്ര പോകാൻ ഇഷ്ടമല്ല എന്നൊന്നും പിന്നെ ചോദിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വെക്കും ഇത്രയും അവിടെ പോയി വരുമ്പോഴത്തേക്ക് ഇത്രയും ചെല്ലാം, പിന്നെ ആ അപേക്ഷ അവർക്ക് ചെയ്തു കൊടുക്കാമല്ലോ, അത്രയും ആയല്ലോ. അപ്പോൾ അത് കാണാൻ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നു, അപ്പോൾ ഈ യാത്ര ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു മീറ്റിങ്ങിന് കണ്ണൂർ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചിലവ് ചുരുക്കാം. അപ്പോൾ ഞാൻ ബസ്സിന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അത്രയല്ലേ പൈസ ചിലവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബസ്സിന് കയറി കണ്ണൂർ പോയി. കണ്ണൂരായിരുന്നു മീറ്റിംഗ്. തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ എണീച്ച് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു ഉമ്മയാണ് വന്നിട്ട് ഇരുന്നു. അപ്പോൾ കയ്യിൽ കുറേ കടലാസ് കെട്ടൊക്കെ ഉണ്ട്. കയ്യിൽ ഒരു ഫ്രൂട്ടി, ഒരു 10 രൂപയുടെ ഒരു മസാല കടലയുടെ ഒരു പാക്കറ്റ്. ഇവരിരുന്നപ്പോൾ അവരിപ്പോൾ ആ മസാല കടല പൊട്ടിക്കാൻ വരെ അവർക്ക് കഴിയുന്നില്ല. ഞാനത് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ആ മസാല കടല അവർ എനിക്ക് തരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ കുടിക്ക്, ഇപ്പോൾ വീഴുന്ന അവസ്ഥയിലാണ്. ഞാൻ ചോദിച്ചത് എവിടെ പോയത്, എന്താ പറ്റിയത് അങ്ങനെ. അപ്പോൾ അവർ കഥ പറഞ്ഞെന്ന് വെച്ചാൽ ജപ്തിൻ്റെ ഒരു അവസ്ഥയിലാണ് വീട്. ബാങ്കിൽ 18 ലക്ഷം ലോണാണ്, ഒരു നിവർത്തിയില്ല മോളെ. അപ്പോൾ അവരിങ്ങനെ എല്ലാ പള്ളികളിലും പോയിട്ട് സഹായം ചോദിക്കുന്നതാണ്. അപ്പം അതിനുള്ള അപേക്ഷയും കാര്യവും അവരെ നാട്ടിലുള്ളവർ സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ. ഇത് പറയുന്നത് സത്യമാണെന്ന് അപേക്ഷ കിട്ടുന്നവർക്കും അറിയണമല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കടലാസൊക്കെയാണ്. ഇത് ഞാൻ പക്ഷെ ഒന്നും റെഡി ആയില്ല. ഇനിയിപ്പം മറ്റേ പള്ളിയിൽ നാളെ പോകണം, അപ്പുറത്ത് പോകണം, അങ്ങനെ ഇവരിങ്ങനെ അപ്പം ഞാൻ കയറിയിട്ട് സഹായം ചോദിക്കുകയാണ്. അവരെല്ലാവരും കൂടെ സഹായിക്കല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നതാണ്. ബക്കളത്താണ് വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ ഞാനിങ്ങനെ മുകുന്ദ ഹോസ്പിറ്റലാണ്, അപ്പോൾ നാളെ വാ നമുക്ക് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് അവർ പോയി. പിറ്റേത് അവർ വന്നു. അപ്പം അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജപ്തി അവിടെ തന്നെ ഉണ്ടല്ലോ, പക്ഷെ അത് വലിയ എമൗണ്ടാണ്, നമുക്ക് ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പം അവർ ഇതെല്ലാം ഞാൻ പറഞ്ഞു അവർ കുറേ സ്ഥലത്ത് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അതിങ്ങനെ കുറച്ച് നാളിങ്ങനെ തുടർന്നു വന്നു. ഇവരെങ്ങനെ സഹായിക്കണം എന്നറിയില്ല. പിന്നെ അവർ നാട്ടിൽ തന്നെ അവിടെയുള്ള പള്ളിയിലത്തെ ആൾക്കാരും അവർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇടുമല്ലോ, അന്നേരം ഇങ്ങനെ സഹായം വരും അങ്ങനെയുള്ള പ്രതീക്ഷയിൽ വീഡിയോ ആക്കിയിട്ടിട്ടു. പക്ഷെ അവർക്ക് ആകെ കിട്ടിയത് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അവർ 20,000 രൂപ മറ്റേ അവർക്ക് കിട്ടിയതുള്ളൂ. എന്താണെന്ന് അറിയില്ല. ഇവർ പറഞ്ഞു വെച്ചാൽ അതിനെ മുടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ, എനിക്കൊരു സഹായം വരുമ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാനും ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ അവിടെയുള്ള ഒരു കുട്ടീനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇട്ടപ്പം അതിൽ ഒരാൾ ആരെന്നൊന്നും അറിയില്ല ഒരു ദിവസം എനിക്കൊരു മെസ്സേജ്, ഒന്നുമില്ല, ഒരു വോയിസ് മെസ്സേജ് മാത്രം. ചെന്നൈയിലുള്ള ഒരു കമ്പനി ഇങ്ങനെയുള്ള ജപ്തി ചെയ്യുന്ന വീടുകളൊക്കെ അവർ കൃത്യമാണ്, അതായത് അവർ വളരെ ജെന്യൂൻ ആണെന്ന് കണ്ടാൽ അവർക്കൊക്കെ ESR ഫണ്ട് ഉണ്ടല്ലോ, CSR ഫണ്ട്, CSR ഫണ്ട് ഉണ്ടല്ലോ വലിയ വലിയ കമ്പനികൾക്കും ബാങ്കുകൾക്കും ഒക്കെ. അപ്പോൾ ആ CSR ഫണ്ടിൽ നിന്ന് അവരത് പൈസ കൊടുത്തിട്ട് ആ ജപ്തി ഒഴിവാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയുടെ മാനേജറുടെ വോയിസ് മെസ്സേജാണ്. അതിൻ്റെ അധികാരത ഒന്നും അറിയില്ല. അപ്പം ഞാനത് എന്നിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ അവരെ മോൾക്ക് വാട്സാപ്പ്, ഇവർക്ക് വാട്സപ്പ് ഫോണൊന്നുമില്ല. അപ്പം അത് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് ഒന്ന് വിളിച്ചു നോക്കുക. അയാളെ ഫോൺ നമ്പറും കിട്ടി, എനിക്ക് അയച്ചെന്നുള്ള അയാളെ ഫോൺ നമ്പറും തന്നു. അപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ആരയച്ചെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് ഞാൻ കൊടുത്തു, നിങ്ങളിതൊന്ന് സംസാരിച്ച് നോക്ക്, സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ശ്രമിച്ച് നോക്ക്. കാരണം വലിയൊരു പൈസയല്ലേ, വലിയ പൈസ ആകുമ്പോൾ ആ വീടും സ്ഥലവും വിറ്റാൽ പോലും അവർക്ക് അതിൻ്റെ ലോൺ അടക്കാൻ പറ്റൂല. അപ്പോൾ അതെന്നിട്ട് അവരതിനെ ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടില്ല, ജപ്തി ഒഴിവായിട്ടില്ല. പക്ഷെ അവർ ബാങ്കുകാരൊക്കെ സംസാരിച്ച് അവർ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ കണ്ണൂർ SP ഓഫീസിൽ അവർ ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ കുറേ ആൾക്കാരുണ്ട്, കുറേ ഫാമിലി ഉണ്ട്, അവർ കമ്പനി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഒരു മീറ്റിംഗ് SP ഓഫീസിൽ വെച്ച് വിളിച്ച് SP ബാങ്കിൽ വിളിച്ചിട്ട് ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തൽക്കാലം അതിങ്ങനെ വെച്ചിട്ട് കാരണം അവർ പറഞ്ഞു വെച്ചാൽ കുറേ അപേക്ഷയുണ്ട്, എല്ലാവരുടെയും പൈസ ആവുന്നവരെ ഇതിങ്ങനെ പോട്ടെ, എന്നിട്ട് നമ്മൾ ഓരോന്ന് തീർക്കാന്നാണ് പറയുന്നത്. നടക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ തൽക്കാലം ഒരു ആശ്വാസം ഉണ്ട്. കാരണം ഇവര് അപ്പൊ SP ഓഫീസിൽ നിന്ന് SP പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ബാങ്കിൽ നിന്ന് വന്നാൽ ഉടനെ എന്നെ വിളിച്ചാൽ മതി, അവരും എല്ലാവരും സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് അതാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് അവരിപ്പോൾ കുറച്ച് സമാധാനത്തിൽ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചൊരു ഹാപ്പിയാണ്, ഒന്നുമില്ലെങ്കിൽ ഇറക്കി വിടൂല എന്നുള്ളൊരു ധൈര്യം, ഇറങ്ങിപ്പോണ്ടി വരൂല എന്നുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട്. വെച്ചാല് മക്കളെല്ലാം ഉണ്ട്, പക്ഷെ
ഒരു മോളെ ഹസ്ബൻഡ് മരിച്ചു, ആ മോളെ കൂടിയുള്ളത്. ആ കുട്ടികൾക്ക് 2 പെൺകുട്ടികളാണ്. പിന്നെ ഒരു മോനുണ്ടത്, മോനും വീടൊന്നുമില്ല. അപ്പോൾ ഒരു ഇളയ മോനെ കൂടിയുള്ളത്. മോൻ ഇവരെ മറ്റുള്ള ചെലവൊക്കെ മോൻ ചെയ്യും, പണിയെടുത്ത് ചെയ്യും. അപ്പോൾ ഓന് എന്തായാലും 18 ലക്ഷം ആവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒറ്റക്കത് ആവില്ല. ഇത് വിറ്റാലും കിട്ടൂല. ആകെ 10 സെന്റ് വീടുള്ളൂ. അത് വിറ്റാൽ തന്നെ 10 ലക്ഷം കിട്ടുള്ളൂ. ബാക്കി 8 ലക്ഷം പിന്നെയും കടം ബാക്കിയാണ്. അപ്പം ഒന്നും അത് ബാക്കിയൊന്നും ആർക്കും ചെയ്യാൻ പറ്റൂല. ഏതായാലും പക്ഷെ കണ്ണൂർ SP ഓഫീസിൽ നിന്ന് അവർ വലിയൊരു സഹായം ചെയ്തു. അതുപോലെ ഈ കൊടുത്ത ബാങ്കിൻ്റെ ആൾക്കാരും. അപ്പോൾ അവർ എന്തായാലും അവർ ജപ്തി ആക്കാൻ, പിന്നെ അതുപോലെ ഈ ഉമ്മാൻ്റെ ഇതിൽ പിന്നെ കെ സുധാകരൻ MP ഒക്കെ പല പ്രാവശ്യം ഈ ജപ്തി ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ ഇടപെട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഓർമ്മിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അത് തൽക്കാലം അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അപ്പുറവും ആയിട്ടില്ല ഇപ്പുറവും ആയിട്ടില്ല, എന്നാലും ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത്. പെൻഡിങ്ങിലാണ്. അത് നല്ല രീതിയിൽ അവർ ചെയ്തു കൊടുക്കുന്നു, അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ പോകുന്നത്. അതാണ്. അപ്പോൾ ഡോക്ടർ ഒരു മുഴുവൻ തിരക്കുള്ള ഡോക്ടറാണ്, 2 സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. കൂടാതെ സംഗീതവും തീർച്ചയായിട്ടും നൃത്തം, അതിന് കുറച്ച് സമയം എന്തായാലും കാണണം. കാരണം നൃത്തം എന്നൊക്കെ പറയുമ്പോൾ ശരീരം അതിനനുസരിച്ച് തീർച്ചയായിട്ടും കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കണം, പ്രാക്ടീസ് ചെയ്യാൻ മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ മാറ്റി വെച്ച് ഇതിനൊക്കെ ഇത്രയൊക്കെ തിരക്കുള്ള ഒരാൾ ഇതുപോലത്തെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഏതായാലും നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണാം. നമ്മുടെ കൂടെ ഇത്രയും സമയം ലെറ്റ്സ് ടോക്കിന് വേണ്ടി ചെലവഴിച്ചതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു.